ഹലോ ഗായ്സ്, ഇതാണ് കൊടുങ്ങപ്പള്ളി. അപ്പോൾ നമ്മളിവിടുത്തെ പുൽക്കൂട് കാണാൻ വന്നേക്കാണ്. ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ് ഇട്ടാ. അപ്പോൾ എൻട്രൻസ് ഫീസ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് കയറി നോക്കാം. ഏതേൻ തോട്ടം മുതൽ ഈശോയുടെ ജനനം വരെയുള്ള കുറച്ച് കാര്യങ്ങൾ അവർ ഈ പുൽക്കൂട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇവരുടെ പുൽക്കൂട് അടിപൊളിയായിരുന്നു, പക്ഷെ അതെനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം ഇവർ പുൽക്കൂട് മാത്രമല്ല ഫോക്കസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ അത്ര വലിയ പുൽക്കൂടല്ല. പക്ഷേ ഈ പ്രാവശ്യം 2025 വർഷം ആയതുകൊണ്ട് ഇവർ 2025 നക്ഷത്രങ്ങളാണ് തൂക്കിയേക്കണത് കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ഇവർ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ പള്ളിയായിട്ട് അടുത്ത് കിടക്കുന്ന ഒരു ഇടവക തന്നെയാണ് കേട്ടോ കൊടുങ്ങ. ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഇടവക തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ പള്ളിയിലത്തെ പാതിര കുർബാനയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം തിരക്ക് അധികം കാര്യമായിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്തിൻ്റെ ആയിരിക്കുള്ളൂ. ഇവിടെ ഒരു KSRTC കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കയറിയ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഞ്ഞിൻ്റെ സെറ്റപ്പാണ്. ഇവിടെ കുറച്ച് മഞ്ഞിൻ്റെ സെറ്റപ്പും അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് അപ്പൂനും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ ഒരു എൻട്രൻസ് ആയിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പുൽക്കൂട് മെയിനായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞു പുൽക്കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളത് കണ്ടു. അതിൻ്റെ അപ്പുറത്ത് തന്നെയായിട്ട് ഈശോയുടെ ജനനസ്ഥലം എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥലം കൂടി ഉണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ കഴിഞ്ഞപ്പോഴേക്കും ഓൾമോസ്റ്റ് പുൽക്കൂടിൻ്റെ ഏരിയ തീർന്നു. അപ്പോൾ നമ്മൾ പയ്യെ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ പള്ളിയിൽ എന്തിട്ടേക്കായിരുന്നു പരിപാടിയെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടാ. ഓക്കെ, ബൈ.